നമസ്കാരം. ബ്രിട്ടനിൽ വ്യാപകമായ ഗ്രൂമിംഗ് ഗ്യാങ് ബലാത്സംഗ സംഘങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനികൾ എന്ന് വെളിപ്പെടുത്തൽ. യുകെയിൽ പ്രവർത്തിക്കുന്ന ലൈംഗിക പീഡന സംഘങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ റൂപ്പർട്ട് ലോവാണ് രംഗത്തു വന്നത്. യുകെയിലെ വിവാദമായ ബലാത്സംഗങ്ങളുമായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ ഭൂരിഭാഗം പേരും പാകിസ്ഥാനി വംശജരാണ്. മതപരമായ മുൻവിധികളോടെയാണ് ഇവർ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് അദ്ദേഹം ആരോപിച്ചു. ഗ്രൂമിംഗ് ഗ്യാങ് പീഡനങ്ങൾക്കിരയായവരുടെ മൊഴികൾ റൂബർട്ട് ലോ സഭയിൽ വായിച്ചു. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ ഭൂരിഭാഗം പേരും പാകിസ്ഥാനി വംശജരാണെന്നും മതപരമായ മുൻവിധികളോടെയാണ് ഇവർ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നതെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. ഈ കുറ്റവാളികളെ രാജ്യത്തു നിന്ന് പുറത്താക്കണമെന്നാണ് MP ആവശ്യപ്പെട്ടത്. നിയമ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തതിനാൽ താൻ നേരിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മതവും ബലാത്സംഗ സംഘങ്ങളും തമ്മിൽ അനിഷേധ്യമായ ബന്ധമുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് സംശയത്തിനിടയില്ലാതെ തെളിയിക്കുന്നു. അത് ഇസ്ലാം മതമാണ്. ഒരു രാജ്യമെന്ന നിലയിൽ ഇത് തുറന്നു പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. പ്രധാനമായും പാകിസ്ഥാനികൾ വെള്ളക്കാരായ പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നത് തികഞ്ഞ തിന്മയാണ്. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇത് തടയാൻ എന്ത് ചെയ്യണം എന്നിവയെല്ലാം ഞങ്ങളുടെ റിപ്പോർട്ടിലുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഇരകളുടെ സാക്ഷ്യപത്രങ്ങൾ അദ്ദേഹം സഭയിൽ വായിച്ചു. കുറ്റവാളികളെ പരസ്യമായി വെളിപ്പെടുത്താൻ തന്റെ പദവി ഉപയോഗിക്കുമെന്നും അറിയിച്ചു. പീഡനത്തിന് ഇരയായവർക്ക് നീതി ഉറപ്പാക്കാൻ കടുത്ത നടപടികൾ ആവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളിൽ വംശത്തിനും മതത്തിനും വലിയ പങ്കുണ്ടെന്ന് പല അതിജീവിതമാരും അവകാശപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ മൊഴി ഇങ്ങനെ: വെള്ളക്കാരായ പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും ധാർമ്മികതയോ മൂല്യങ്ങളോ കുറവാണെന്ന തരത്തിൽ കുറ്റവാളികൾ നിരന്തരം സംസാരിച്ചു. അതേസമയം മുസ്ലിം പെൺകുട്ടികൾക്ക് അന്തസ്സും ഉയർന്ന ധാർമ്മിക നിലവാരവും ഉണ്ടെന്നും ഇവർ പറഞ്ഞു. തന്നോടുള്ള ക്രൂരമായ പെരുമാറ്റത്തെ ന്യായീകരിക്കാനും കൂടുതൽ അപമാനിക്കാനും നിയന്ത്രിക്കാനുമാണ് അവർ ഈ താരതമ്യങ്ങൾ ഉപയോഗിച്ചത്. ഈ പെൺകുട്ടി പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം എക്സിൽ ഇങ്ങനെ കുറിച്ചു: ബലാത്സംഗ സംഘങ്ങളെ കുറിച്ചുള്ള അന്വേഷണം അടുത്തതെന്ത്? കുറ്റവാളികളെയും അവർക്ക് ഒത്താശ ചെയ്യുന്നവരെയും സഭയിൽ പേരെടുത്തു പറയാൻ എന്റെ പാർലമെന്ററി പദവി ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഭാവിയിലെ നിയമ നടപടികളെ ബാധിക്കാത്ത രീതിയിൽ നിയമസംഘത്തിന്റെ സഹായത്തോടെ വളരെ ശ്രദ്ധാപൂർവം മാത്രമായിരിക്കും ഇത് ചെയ്യുക. എക്സിലെ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി, കേസുകൾ വീണ്ടും അന്വേഷിക്കാൻ ഞങ്ങൾ അധികാരികളുമായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ വ്യവസ്ഥിതിയിൽ എനിക്ക് അത്ര വിശ്വാസമില്ല. അതുകൊണ്ടാണ് സ്വകാര്യ പ്രോസിക്യൂഷനുകളും സിവിൽ വ്യവഹാരങ്ങളും തുടരുന്നത്. ലക്ഷ്യങ്ങളുടെ ഒരു പട്ടിക തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ ഇതിനകം ഒരുപാട് കഴിഞ്ഞു. ഇനി പ്രവർത്തിക്കേണ്ട സമയമാണ്. ആളുകളെ ജയിലിൽ അടയ്ക്കുക, നീതി ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലളിതമായ ലക്ഷ്യം, അദ്ദേഹം പറയുന്നു. എന്തായാലും ഗ്രൂമിംഗ് ഗ്യാങ് ബലാത്സംഗ സംഘങ്ങളും അവരുടെ പീഡനങ്ങളും യുകെയിൽ പുകയുക തന്നെയാണ്.